ദിനേശ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സിനിമയിലും സീരിയലിലും ഒക്കെ ഉള്ള 3 സിനിമയോ ഒരു സീരിയലോ കഴിയുന്ന നടി 1 കോടി രൂപയുടെ കാർ എങ്ങനെ വാങ്ങുന്നതെന്ന് ദിനേശ് ചിന്തിക്കാറുണ്ട്? ഞാൻ പറഞ്ഞില്ല, അത് ലോണൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഒരു ലോണോ അല്ല ദിനേശേ. ഇവിടെ വന്ന് ഞങ്ങളുടെ കാശ് പിരിച്ചാണ് അവർ ജീവിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എങ്ങനെ ദിനേശേ 5 കോടിയുടെയൊക്കെ വീടൊക്കെ വയ്ക്കണേ? സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെച്ച് വില കൂടിയ കാറിൽ പറന്ന് നടക്കുന്നവരൊക്കെ ഭൂരിപക്ഷം പേരും, എല്ലാവരും പറയുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം പേരും ഗൾഫിൽ വന്ന് ശരീരം വിറ്റാണ് ദിനേശ് കാശുണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, 126 രാജ്യങ്ങളിലെ ആൾക്കാരുള്ള സ്ഥലമാണ് ഗൾഫ്. എനിക്കതൊക്കെ ഒരു പുതിയ വിവരമായിരുന്നു. 126 രാജ്യങ്ങളിലെ ആൾക്കാർ UAE വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ആർക്കും ആരെയും അന്വേഷിച്ച് നടക്കാനോ ഇതാരാ ഇയാളുടെ കൂടെ പോകണമെന്ന് അന്വേഷിക്കാനോ ആരും മെനക്കെടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റിൽ മറുവശത്ത് ഒരു മലയാളിയാണ് താമസിക്കുന്നതെങ്കിലും എതിർവശത്തെ ഫ്ലാറ്റിൽ ഞാനൊരു മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയുമായിട്ട് സഹവാസമാണെങ്കിലും അയാൾ തിരക്കുക പോലും ഇല്ല അതായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഈ നടിയായിട്ട് ബന്ധമൊന്നും ചോദിക്കില്ല, കാരണം എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ എന്നെ വിളിച്ച ഈ കൊല്ലം ജില്ലക്കാരൻ വലിയ ബിസിനസ്സുകാരനാണ്. 40 വർഷമായിട്ട് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ക്യാഷൊന്നും ഒരു പ്രശ്നമേ അല്ല, സംസാരത്തിൽ നിന്നറിയാം. അപ്പോൾ പുള്ളി പറയുന്നത്, ഗൾഫിൽ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നാട്ടിൽ നിന്ന് വരുന്ന സീരിയൽ നടികളായാലും സിനിമാ നടികളായാലും ഇവിടെ വന്ന് ദിനേശയോ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു 15 ദിവസം താമസിച്ച് ഒരു 30 കസ്റ്റമേഴ്സിനെ സഹകരിച്ച്, പകലൊരാൾ രാത്രി ഒരാൾ സഹകരിച്ച് കാശ് മാച്ച് പൊടി തട്ടിയങ്ങ് പോകും. പിന്നെയും ആവശ്യമുള്ളപ്പോൾ ഇവൻ ഈ ഏജൻറ്റ് വിളിക്കും, അടുത്ത ഉദ്ഘാടനത്തിന് വരും, ഒരു 15 ദിവസം താമസിച്ച് അവളൊരു 10-30 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടങ്ങ് പോകും. ഞാനിങ്ങനെ അതിശയത്തോടെ കേട്ടോണ്ടിരിക്കും, ഇത് ഏത് ലോകമെന്ന്. ഇപ്പോൾ പുള്ളി പറഞ്ഞു, ദിനേശ് വർത്തമാനകാല മലയാള സിനിമയിലെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പേര് പറഞ്ഞു. എന്നിട്ട് എന്നെ പറഞ്ഞു, ദിനേശ് ഒരു രാത്രിക്ക് 5 ലക്ഷം രൂപയാണ് അവർ വാങ്ങണത്. അപ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ അവർ ചതിക്കുകയൊന്നുമില്ല. 3-ാമത്തെ ദിവസം അവരിവിടെ വരും, ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകും. 5 ലക്ഷം രൂപയാണ് ഒരു രാത്രി ഉറങ്ങുന്നതിന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. ഇങ്ങനെയൊക്കെ ആണോ എൻ്റെ സഹപ്രവർത്തകരിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ആണോ എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് എന്താ പറയുക, സിനിമയിൽ മാന്യമായി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ എൻ്റെ എല്ലാ സീരിയലുകളിലും എൻ്റെ സിനിമയിലും വേഷം കൊടുത്ത ഒരു റോസ്ലിൻ ചേച്ചിയുണ്ട്. റോസ്ലിൻ ചേച്ചി കഴുത്തിട്ടിരിക്കുന്ന കുരിശിനെ കളിയാക്കി ഞാനൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും കാണുമ്പോഴൊക്കെ, ചേച്ചി ഇതെന്തിനാ ഇങ്ങനെ? അവർ കൊന്ത വെച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഷോട്ടില്ലെങ്കിൽ വർക്കില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, എന്തിനാ ചേച്ചി ഇങ്ങനെ എപ്പോഴും 24 മണിക്കൂർ ഈ കുരിശ് വെച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നത്? പോയേ എന്ന് അവർ പറയും. അപ്പോൾ അവരോട് ഞാൻ പറയും, യേശു ക്രിസ്തു കുരിശ് കിടന്ന് മരിച്ചാൽ നന്നായി, കട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആഫീസ് കൂട്ടിപ്പോയെന്നൊക്കെ പറയും. അപ്പോൾ അതിനൊന്നും ചേച്ചി മറുപടി പറയില്ല. അതൊക്കെ നിങ്ങളോട് കർത്താവ് അതിൻ്റെ ഫലം തരട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നൊരു ചേച്ചിയാണ്. എൻ്റെ അമ്മ പ്രസവിച്ച ചേച്ചിയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. മലയാള സിനിമയിൽ റോസ്ലിൻ ചേച്ചി ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുപോലെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. ജോലി പോലെ വന്ന് അഭിനയിച്ചിട്ട് കൃത്യമായി പൈസ വാങ്ങി കൃത്യമായി വീട്ടിൽ പോകുന്നവരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പേരും ഇങ്ങനെ നടക്കുന്നവരെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ അദ്ദേഹം എന്നോടൊരു കഥ പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന ഒരമ്മ നടി എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നോട് വലിയ ബഹുമാനമാണ്. അവർക്കൊരു മകളുണ്ട്. അവരും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ നടി ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ ചെല്ലും. ഇതുപോലെ തന്നെ 15 ദിവസം ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ട് 15 ദിവസമുള്ള കാശുമൊക്കെ പിരിച്ചുകൊണ്ട് ഇനി പോരും. അവർക്ക് 2 പെൺമക്കൾ. ഈ അടുത്ത കാലത്ത് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, മറ്റേ ചേച്ചി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എന്നോട് സംസാരിച്ച ആൾ പറഞ്ഞു, ഇനി അതൊക്കെ എന്തിനടാ, ഒരു 5-6 വർഷമായിട്ട് അതിനെ കണ്ട് മടുത്തു കേട്ടോ, ആയിട്ടൊന്നും ഇനി വേണ്ട. പിന്നെ എടാ അവരെന്നോട് സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഉദ്ഘാടനം നടക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 2 പെൺമക്കളാണ്. എടാ അതിലാരെങ്കിലും കിട്ടുമോ? എന്തൊരു ക്രൂരമായ ചോദ്യം എന്ന് ആലോചിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? ദിനേശ് ആ രീതി കാണുന്നതുകൊണ്ടാണ്. അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ ഏജൻറ്റ് വിളിച്ച് ഈ മകളോട് ചോദിച്ചു, നിങ്ങളെ ആളുകൾക്കൊക്കെ മടുത്തു കേട്ടോ, നിങ്ങൾ കിളവിയായെന്നാണ് പറയണത്, നിങ്ങളുടെ മകള് എങ്ങനെ? ഈ അമ്മ ഒരു മടിയുമില്ലാതെ പറയുകയാണെന്ന്. എനിക്ക് 25 രൂപയേ ഉള്ളൂ, മകളെ വേണമെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചെങ്കിലും മിനിമം കിട്ടണം. ആലോചിച്ചൊക്കെ ഇവരെങ്ങനെ അമ്മ എന്ന് പറയും? നമുക്ക് അമ്മ എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് വേറെയാണ്.
ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ? സാർ ചോദിച്ചു നോക്ക്, സാറിൻ്റെ സീരിയലിൽ അഭിനയിച്ചെന്നല്ലേ പറഞ്ഞത്, ദിനേശ് ചോദിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് സാറെന്ന് ഇടയ്ക്കിടയ്ക്ക് ദിനേശ് എന്ന് വിളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. കാരണം ഒന്നുമില്ലെങ്കിലും 20 കോടി രൂപ പുള്ളിയും വേറൊരാളും കൂടെ ചേർന്ന് ഒരു സിനിമയ്ക്ക് മുടക്കാം. നിങ്ങൾ ദിലീപിനോട് സംസാരിക്കണ്ട, ഞങ്ങൾ ദിലീപിനോട് സംസാരിക്കാം. ഞങ്ങളൊരു പടം ചെയ്യുന്നു, ഒരു 20 കോടി രൂപ മുടക്കാവുന്ന ഒരു സബ്ജക്റ്റ് ചെയ്യാം, പക്ഷേ ദിനേശ് ആയിരിക്കും സംവിധായകൻ എന്ന് ഞങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി എന്നോട് സംസാരിക്കാറുണ്ട്. ദിനേശ് കൈ കെട്ടുന്ന വാച്ച് അറിയാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ തിരിച്ചാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഈ വാച്ചിൻ്റെ ഡയൽ കാണാൻ പറ്റുന്നില്ല. എന്നെ ചോദിച്ചു, ഏത് തരം വാച്ചാണ് ദിനേശിന് ഇഷ്ടം? ഞാൻ എന്തേ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം, നിങ്ങൾ ഏത് കമ്പനിയുടെ വാച്ച് വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു സുഖലോലുപതയിലും മുങ്ങുന്ന ഒരാളല്ല ഞാൻ, എനിക്ക് സമയം നോക്കാൻ ഒരു വാച്ച് മതി, അതെൻ്റെ ഉണ്ട്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് അതിശയമായിപ്പോയി. ഗൾഫിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പോൾ പുള്ളി പറയുന്ന, ദിനേശ് നിങ്ങൾ ഗൾഫ് മാത്രമായിട്ട് എടുക്കാതെ, ഇപ്പോൾ കാനഡയിലായാലും ഇറ്റലിയിലായാലും അമേരിക്കയിലായാലും ഇവിടുന്ന് പോകുന്ന ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നവരെ ശ്രദ്ധിച്ചോ, അവർ പോകുന്ന ഉദ്ഘാടനം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കാണ്. ഒരു പർദ്ദയുണ്ടെങ്കിൽ സുരക്ഷിതമാണ് ദിനേശേ. ഇവർ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പർദ്ദ എടുത്ത് വാങ്ങി നമ്മൾ ഒരു പർദ്ദ അങ്ങോട്ട് കൊടുത്താൽ അവർ കാറിൽ ഇരുന്നുകൊണ്ട് ഇട്ടാൽ മലയാളത്തിലെ ഒരു നടിയാണ് ഈ പർദ്ദ ഇട്ട് പോകണമെന്ന് ആരും പറയില്ല, ആരും തുറച്ചു നോക്കിയില്ല. അത് നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെയാണ് തുറച്ചു നോക്കണേ. നമ്മുടെ സിനിമ ഇത്ര അധപ്പതിച്ച് പോയല്ലോ എന്ന് ആലോചിക്കും. വയറ്റിപ്പഴുപ്പിന് വേണ്ടി പണ്ട് ഒരുപാട് പേര് വ്യഭിചരിക്കാൻ അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി കിടന്നു കൊടുത്തിരിക്കാം. പക്ഷേ കാലങ്ങൾ മാറി. ഒരു സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ ഏറ്റവും കുറഞ്ഞത് പെർ ഡേ 5000 രൂപ മിനിമം കിട്ടാവുന്ന, ഏറ്റവും കുറഞ്ഞ 5000 രൂപ ദിവസം വാങ്ങാവുന്ന തരത്തിലേക്ക് ഒരുപാട് അവസരങ്ങൾ, എത്ര ചാനലുകളില്ലേ. അപ്പോൾ സീരിയലിൽ നടികളിൽ സത്യം പറഞ്ഞാൽ കണ്ട് മടുത്തു. അതുകൊണ്ടാണ് ഈ ചാനലുകാർ പുതിയ മുഖങ്ങളെ കൊണ്ടോ എന്ന് പറഞ്ഞ് മാറ്റുന്നത്. അങ്ങനെയുള്ള നാട്ടിൽ ഒരു ദിവസം അഭിനയിച്ചാൽ 5000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊന്നും പോരാ എന്ന് വിചാരിച്ചിട്ട് ഗൾഫിൽ ഉദ്ഘാടനത്തിന് പോകുന്ന ആളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര പുച്ഛവും തോന്നി, ഒപ്പം എനിക്ക് ഭയങ്കര വിഷമവും തോന്നി. ഒരു കഥ, കുഞ്ഞു കഥയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനെപ്പോഴും എൻ്റെ സിന്ധുവിനെക്കുറിച്ച് പറയുന്നത് അല്പം മന്ദബുദ്ധി എന്നാണ്. കാരണം എന്ത് കാര്യവും തെളിയാൻ ട്യൂബിലൈറ്റ് പോലെ അല്പസമയം എടുക്കും. അപ്പോൾ ഞാൻ സീരിയലുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത് സിന്ധുവാണ്. ഞാൻ പൈസ കാര്യത്തിൽ അത്ര ബെറ്റർ അല്ല. അപ്പോൾ സിന്ധുവും എൻ്റെ അനുജൻ്റെ ഭാര്യയും കൂടെയാണ് പൈസകൾ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ അവസാനം ചെയ്ത നിഴൽക്കണ്ണാടി എന്ന് പറഞ്ഞ സീരിയലിൻ്റെ സെറ്റിൽ ശംഖുമുഖത്ത് അവിടെയാണ്. അപ്പോൾ ശംഖുമുഖത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ആ വലിയ ബിൽഡിങ്ങിൻ്റെ കൊച്ചു ബിൽഡിങ്ങുകളുണ്ട്. അതിലൊരു ബിൽഡിങ്ങിന് മുന്നിൽ ഒരു മേശയൊക്കെ പിടിച്ചിട്ട് അവിടെ ഈ പൈസയും വൗച്ചറും ഒക്കെ വെച്ച് സിന്ധു ഇങ്ങനെ ഇരിക്കും, സിന്ധുവും അനിയൻ്റെ ഭാര്യയും കൂടി. ഉച്ചയാകുമ്പോൾ എല്ലാവരുടെയും പൈസ സെറ്റിൽ ചെയ്യും, അന്നത്തെ പൈസ. എന്നിട്ട് ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകും. ചില ദിവസം എൻ്റെ കൂടെ വരും. നേരത്തെ തീരുമെന്ന് വിചാരിച്ചാൽ ഞാൻ പറയും, എന്തിന് 2 പ്രാവശ്യം കാർ ഓടുന്നേ, നമുക്കൊരു 7 മണിയാകുമ്പോൾ പോകാം പറയും. അങ്ങനെ വീടിൻ്റെ പിന്നാമ്പുറത്തിരുന്നുണ്ട്. അയ്യോ ഒരുപാട് പറയാനുണ്ട്. കപ്പയൊക്കെ വാങ്ങിയിട്ട് മത്തിയൊക്കെ വാങ്ങി എന്തൊക്കെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഉണ്ടാക്കൽ, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ മെർലിൻ എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു, ഒരു ചേച്ചി. അപ്പോൾ മെർലിനൊക്കെ ചെയ്യുന്നത് ഈ സിന്ധുവിന് ഈ പറയുന്ന കപ്പയും മത്തിയൊക്കെ ഇട്ട് വേവിച്ചെന്തോ ഒരു കറി ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിക്കുമായിരുന്നു. അങ്ങനെ നല്ല ഒരു ഉത്സവ ലഹരിയിലാണ് എൻ്റെ സീരിയലുകളായാലും ഞാൻ ചെയ്ത സിനിമയുടെ സെറ്റിലും ഷൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെ സിന്ധു ക്യാഷൊക്കെ കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടി സിന്ധുവിൻ്റെ അടുത്ത് വന്നിരുന്നു. സിന്ധു ഒരു ഗ്രാമീണയായ പെണ്ണല്ലേ. ഞാൻ ഈ സിനിമയിലുള്ള പരമാവധി ഇത്തരം നാറിയ കഥകൾ പറയാറുമില്ല. കാരണം നമ്മൾ എന്തിനെ പല്ലട കുത്തി നാറ്റുന്നു എന്ന് വിചാരിച്ചിട്ട്. സിന്ധു ഈ നടിയോട് ചോദിച്ചു, അല്ല നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 38 കഴിഞ്ഞു. ഈ 38 വയസ്സ് കഴിഞ്ഞിട്ട് നീ എന്താ ഒരു കല്യാണം കഴിക്കാത്ത? നിനക്ക് മാന്യമായ ശമ്പളമൊക്കെ അഭിനയിക്കുന്ന കിട്ടുന്നു, സിനിമയുണ്ട്, സീരിയലുണ്ട്, ഒരുപാട് ഗൾഫിൽ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഒരു കല്യാണ പ്രായം കഴിഞ്ഞില്ലേ? നീ ഒരു കല്യാണം കഴിച്ച് കുടുംബിനിയായി ഒരു 1-2 കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണ്ടേ? അങ്ങനെ ഒരു സ്വപ്നമില്ലേ എന്ന് ചോദിച്ചു. ഈ വിവരദോഷിയായ പെണ്ണ് സിന്ധുവിനോട് പറഞ്ഞ മറുപടി, ചേച്ചി ചായ കുടിക്കാൻ ആരെങ്കിലും ചായക്കട നടത്തുമോ ചേച്ചി? ആലോചിച്ച് നോക്കൂ, പറയാമോ അങ്ങനെ? അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സിന്ധു പറഞ്ഞു, ആ നടി മറ്റേ നടിയില്ലേ ആണാ? ഞാനാ അവൾ എന്നോട് ചോദിച്ചു ചായ കുടിക്കാനായിട്ട് ചായക്കട നടത്തുന്ന എന്തിനെന്ന് ചോദിച്ചു. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, എന്തെങ്കിലും അവളല്ലേ വിവരദോഷമല്ലടി പറയുള്ളൂ, വിട് എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയം അങ്ങ് വിട്ടു. ഞാൻ പിറ്റേ ദിവസം സെറ്റിൽ ചെന്നപ്പോൾ അവളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു,
ഞാൻ അറിയാതെ വന്ന് പെട്ടുപോയതാണ് ഈ സീരിയലിലും സിനിമയിലും ഒക്കെ. കാരണം എൻ്റെ സ്വഭാവത്തിന് പറ്റിയതല്ല കേട്ടോ. എന്ത് സാർ, എന്ത് ചേട്ടാ എന്ന് ചോദിച്ചു. എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ ഇന്നലെ സിന്ധുവിനോടെ കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, നീ കല്യാണം കഴിക്കാത്ത എന്തെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ട് ചായക്കട നടത്തുന്നത് എന്തിനെന്ന് അവൾ എന്നോട് അതിൻ്റെ അർത്ഥം ചോദിച്ചു. നമ്മൾ ജീവിക്കുന്ന ഈ സിനിമാ സെറ്റിന് നീ എന്തിനടി, അല്ലെങ്കിൽ സീരിയൽ സെറ്റിന് എന്തിനാ ഇങ്ങനെ നാറ്റാണേ? ഞാനൊരു തമാശ പറഞ്ഞാണ് ചേട്ടാ. ഞാൻ പറഞ്ഞു, തമാശ ഇങ്ങനെയുള്ള തമാശകൾ പറയരുത്, കാരണം എൻ്റെ വിലയാണ് പോകുന്നത്. അവൾ എന്നോട് ചോദിച്ചു അതിൻ്റെ അർത്ഥം എന്താണ്. ഞാൻ അർത്ഥം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ ഇതുകൊണ്ടല്ലേ ആഹാരം കഴിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ചായ കുടിക്കാനായിട്ട് ചായക്കട നടത്തണ്ട എന്ന് പറയുന്ന ഈ നടി ഒരു മാസത്തിൽ ഒരു 10 ദിവസമെങ്കിലും ഉദ്ഘാടനത്തിന് പോകും ഗൾഫിൽ. അപ്പം ഞാൻ ഈ കൊല്ലം ജില്ലാക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ ഒരാളിനെ അറിയാമോ എന്ന് ചോദിച്ചു. എന്ത്, ഞങ്ങളുടെ എങ്ങനെയാണ്? അയ്യോ, ഗൾഫിൽ നല്ല പ്രശസ്തയല്ലേ, ഒരാഴ്ച ഒരു ദിവസം വരും, 2 ദിവസം 3 ദിവസം നിൽക്കും, ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോകും. അവന് കൊള്ളാം. എന്ത്? അവനല്ല, എൻ്റെ സീരിയലിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. നമ്മൾ ഇത്ര അധപ്പതിക്കുന്നു എന്ന് ആലോചിക്കുക. കാശിന് വേണ്ടി മാനം വെറ്റി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അന്തസ്സായി ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരെ പോലും നാറ്റുന്നതല്ലേ. കാരണം ഇവരുടെ കണ്ണിലൂടെയല്ലേ മറ്റ് നടികൾ മര്യാദയ്ക്ക് ജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റോസ്ലിൻ ചേച്ചി പോലുള്ളവരെയും ആളുകൾ ഇങ്ങനെയല്ലേ കാണും. ഓ, സീരിയൽ നടി ഗൾഫിൽ ഉദ്ഘാടനത്തിന് പോണവരായിരിക്കും എന്ന് വിചാരിക്കും. റോസ്ലിൻ ചേച്ചി ജീവിതത്തിൽ ഉദ്ഘാടനത്തിന് പോകുന്നവരല്ല. എന്നെ ഒരുപാട് വേദനിപ്പിച്ച കഥകളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് ആദ്യകാലത്ത് കുറച്ച് സീരിയസ് സിനിമകളിലൊക്കെ ചെയ്ത ശേഷം പിന്നെ കോമഡി വേഷത്തിൽ മാത്രമായ ആചാന ബാഹുവായി പോയ ഒരു നടി എൻ്റെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, വലയത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ നല്ല ബന്ധുവാണ്. അപ്പോൾ ഈ കൊല്ലം ജില്ലാക്കാരൻ എന്നോട് പറഞ്ഞത്, ആ നടി പറഞ്ഞു, ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു, മലയാള സിനിമയിൽ നിങ്ങൾക്ക് ആരെ വേണമെന്ന് പറ, എമൗണ്ട് ഓരോന്നിനും വ്യത്യാസമായിരിക്കും, ആ വ്യത്യാസം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചു, ദിനേശേ അവർ പറയുന്നത് ശരിയാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനൊരാളെയും ഉദ്ഘാടനം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അവർ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു ടെസ്റ്റ് ഡോസ് അടിച്ച് നോക്ക്. ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് എത്ര രൂപ എന്ന് ചോദിച്ചിട്ട് അവരെങ്ങനെയാണ് ഉദ്ഘാടനം നടത്താൻ കൊണ്ടുവരുന്നുണ്ടോ, ഉദ്ഘാടനം കഴിഞ്ഞ് പോയോ, ഉദ്ഘാടനത്തിന് ശരിയാക്കുന്നതിന് നിങ്ങൾക്ക് എത്ര എന്നൊക്കെ ചോദിച്ചൊന്ന് ബിസിനസ് ഒന്ന് ഉറപ്പിക്കുക, അപ്പോൾ നമുക്ക് വിശ്വസിക്കാം. അവർ തമ്മിൽ ഉറപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, ദിനേശേ ഈ ഗൾഫിൽ നിന്ന് ഞാനിങ്ങനെ വിളിക്കുമ്പോൾ 10-40 മിനിറ്റ് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരുപാട് പൈസ പോകും. നിങ്ങളുടെ ഫോണിൽ പുള്ളി എന്തോ ഒരു പേര് പറഞ്ഞു, അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്താൽ 10 പൈസ ചിലവില്ലാതെ നമുക്ക് എത്ര മണിക്കൂറാണെങ്കിലും സംസാരിക്കാമെന്നാണ്. അപ്പോൾ എനിക്ക് ഫോണിൻ്റെ ABCD അറിഞ്ഞിടത്തുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഫോണിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എൻ്റെ അനിയൻ്റെ മകനാണ്. ഞാൻ അനിയൻ്റെ മകൻ ശനിയും ഞായറും വീട്ടിൽ നിൽക്കുന്ന സമയമാണ്, ഞാൻ അവനെ കൊണ്ട് അത് ചെയ്യിക്കാം. എന്തോ ഒരു പേര് പറഞ്ഞു പുള്ളി, ബോട്ടീം എന്ന് പറഞ്ഞ ഒരു നെറ്റ് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോട്ടീമിലൂടെ സംസാരിക്കണമെങ്കിൽ 10 പൈസ ചിലവില്ല. ഞാൻ നാളെ ശനിയാഴ്ച, നാളെ ഞാൻ പോയി അനിയൻ്റെ മോനെ കൊണ്ട് ഞാൻ ഇത് ബോട്ടീം എൻ്റെ ഫോണിൽ ചെയ്യിക്കും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞെന്ന് മാത്രമല്ല, എന്നോട് പറഞ്ഞു, ദിനേശ് ഞാൻ 2 മാസത്തിനുള്ളിൽ എന്തായാലും, എനിക്ക് മാസം എപ്പോൾ തോന്നുന്നു അപ്പോൾ വരാം, പക്ഷേ ഞാൻ എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ദിനേശിന് ഞാൻ പറഞ്ഞ എല്ലാ ഉദ്ഘാടനങ്ങളുടെയും ഏറെക്കുറെ ഫോട്ടോകൾ കാണിച്ചു തരാം. ഒന്നും ഞാൻ തരില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എൻ്റെ ഫോണിനെ മനീമസമാക്കണ്ട, ഞാൻ ദിനേശിനെ കാണിച്ചു തരാം, അപ്പോഴെങ്കിലും ദിനേശ് എന്നെ വിശ്വസിക്കൂ. ഞാൻ വെറുതെ പുളു അടിക്കുകയല്ല, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരിക്കാൻ പുളിക്കുമെന്ന് പറഞ്ഞ പോലെ പറയുന്നതല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പൈസ അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരും ചിലവാക്കി. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ദിനേശ്. അപ്പോൾ ഈ ഏജൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും അയാൾ മെസ്സേജ് ഇടും, ഇന്ന ആൾ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടിടും. എത്ര രൂപയാണ് ഉദ്ഘാടനത്തിന് ചോദിക്കും, ആ പൈസ കൊടുക്കും. ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ, 6 മണിക്ക് വന്ന് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് പോകുന്ന ഉദ്ഘാടനങ്ങൾ നടത്താറുണ്ട്. ഞാൻ പുണ്യവാളനൊന്നുമല്ല ദിനേശ്, പക്ഷേ നിങ്ങളുടെ സിനിമാ രംഗത്ത് ഇങ്ങനെ നടക്കുന്നവരാണ് ഭൂരിപക്ഷം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് നൊന്തു സത്യത്തിൽ. കാരണം ഒരുപാട് നല്ല മനുഷ്യർ ജീവിക്കുന്ന സിനിമ, 38 വർഷമായി ഞാൻ കഴിക്കുന്ന അന്നം, ഞാനിപ്പോൾ ഈ കഥ പറയുന്നെങ്കിൽ പോലും ഇതുപോലും ഞാൻ എൻ്റെ ആഹാരം ഉണ്ടാക്കാനുള്ള വഴിയാണ്. അങ്ങനെയുള്ള ഫീൽഡിൽ സിനിമയുടെയും സീരിയലിൻ്റെയും പളപളപ്പിൽ നിൽക്കുന്ന പലരും വിദേശത്ത് പോയി ഉദ്ഘാടനം ചെയ്ത് ലക്ഷങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി
കോടികൾ വില വരുന്ന കാറും കോടികൾ വില വരുന്ന വീടുമൊക്കെ വെച്ച് വിരസി ജീവിക്കുമ്പോൾ മാനം വിറ്റ് ജീവിച്ചാൽ കാശുണ്ടാക്കി കഴിയുമ്പോൾ മാനം തിരിച്ചു വാങ്ങാം. കാരണം ഇവരൊക്കെ പിന്നെ സമൂഹത്തിൽ വലിയ ആളുകളാവുമല്ലോ. അങ്ങനെ ജീവിക്കുന്നവരാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി അവരെക്കുറിച്ച്. ഇത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്, എന്നാലും ഞാൻ പറഞ്ഞു പോയതാണ്. നമ്മുടെ ചാനലിന് പറ്റിയ സംസ്കാരത്തിലുള്ള സ്റ്റോറിയാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ടെങ്കിൽ പോലും പറഞ്ഞു പോയതാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി, സുപ്രീം കോടതി പോലും പറയുന്നത് പ്രായപൂർത്തിയായ 2 പേർ അവരുടെ ആധാർ കാർഡ് കാണിച്ചിട്ട് ഏത് ഹോട്ടലിൽ ചെന്ന് റൂം എടുത്താലും റെയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ 2 പേരുടെയും ആധാർ കാർഡ് കൊടുത്തിട്ട് ഞാനും ഇതെൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുമായിട്ടൊരു ഹോട്ടലിൽ റൂം എടുത്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇന്ത്യയിൽ പോലും സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഇവിടുന്ന് പറന്ന് ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കാനഡയിലും അമേരിക്കയിലൊക്കെ പോയി ഉദ്ഘാടനം ചെയ്തു വരുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉദ്ഘാടനത്തിന് പോണവരൊക്കെ പോയത് ഇന്നതിനാണ് എന്നൊന്ന് കുറിയിടാം എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് സിനിമയിൽ ഇനി നമ്മളൊരു സീരിയലോ സിനിമ ചെയ്യുമ്പോൾ അവരെയൊന്നും വിളിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ എൻ്റെ സിനിമയ്ക്ക് നായികമാരെ കിട്ടില്ല. അതാണ് അവസ്ഥ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.